കേരളത്തിന്റെ വയറ്റത്തടിച്ച കേന്ദ്രം പാലക്കാട് റെയിൽവേ ഡിവിഷൻ വെട്ടിമുറിച്ചു. മംഗളൂരു സൗത്ത് വെസ്റ്റേൺ റെയിൽവേ കൊണ്ടുപോയി പിന്നിൽ കർണാടക ബിജെപിയുടെ വൻ അണിയറ നീക്കമെന്ന് റിപ്പോർട്ടുകൾ. മംഗളൂരുവിനെ പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്നും അടർത്തി മാറ്റി മൈസൂരു ഡിവിഷനോട് ചേർത്തത് സംസ്ഥാനത്ത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുകയാണ്. പാലക്കാട് ഡിവിഷന് കീഴിലുണ്ടായിരുന്ന മംഗളൂരു മുതൽ ഉള്ളാൾ വരെയുള്ള തന്ത്രപ്രധാനമായ പാതയാണ് സൗത്ത് വെസ്റ്റേൺ റെയിൽവേ സോണിലെ മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റാൻ റെയിൽവേ ബോർഡ് ഏകപക്ഷീയ തീരുമാനം എടുത്തത്. ഒക്ടോബറോടെ പ്രാബല്യത്തിൽ വരുന്ന ഈ വിഭജനത്തിന് പിന്നിൽ കർണാടകയിലെ ബിജെപി നേതാക്കളുടെയും റെയിൽവേ സഹമന്ത്രി വി സോമണ്ണയുടെയും ശക്തമായ സമ്മർദ്ദമുണ്ടെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. 3 ഡിവിഷനുകളിലായി ചിതറിക്കിടന്നിരുന്ന മംഗളൂരു റെയിൽവേ മേഖല ഇനി സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ഭാഗമാകുമെന്നും ഇത് മേഖലയുടെ സാമ്പത്തിക വികസനത്തിന് ആക്കം കൂട്ടുമെന്നും സോമണ്ണ സാമൂഹിക മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കി. കേന്ദ്രമന്ത്രി വി സോമണ്ണയുടെ പ്രതികരണം ഇങ്ങനെയാണ്: 3 ഡിവിഷനുകളായി വിഭജിച്ചു കിടന്നിരുന്ന മംഗളൂരു റെയിൽ മേഖല ഇനി മുതൽ ജനങ്ങളുടെ ആഗ്രഹപ്രകാരം സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ഭാഗമാവുകയാണ്. ഇതിന് ഡിവിഷണൽ ഹെഡ് ഓഫീസ് മൈസൂരുവിലും സോണൽ ഹെഡ് ഓഫീസ് ഹുബ്ബള്ളിയിലുമാണ്. കർണാടകയുടെ സാമ്പത്തിക വികസനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന മംഗളൂരു മേഖലയ്ക്ക് ഇത് കൂടുതൽ കരുത്തു പകരും. ഭരണപരമായ തീരുമാനങ്ങൾ കൂടുതൽ വേഗത്തിലാക്കാൻ ഇത് സഹായിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2024 ജൂലൈയിൽ മംഗളൂരുവിൽ താൻ നടത്തിയ സന്ദർശന വേളയിൽ ജനങ്ങൾ ഉന്നയിച്ച തടസ്സങ്ങൾ പരിഹരിക്കാനാണ് മുൻഗണന നൽകിയതെന്നും ഇതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനും നന്ദി പറയുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏകപക്ഷീയ തീരുമാനത്തിനെതിരെ ഒറ്റക്കെട്ടായി കേരളം ഇപ്പോൾ രംഗത്തെത്തുന്ന കാഴ്ചയും കാണാം. സംസ്ഥാന സർക്കാരുമായി യാതൊരുവിധ ആശയവിനിമയം നടത്താതെ കൈക്കൊണ്ട ഈ നടപടി അങ്ങേയറ്റം ഏകപക്ഷീയമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. കേരളത്തിന്റെ സാമ്പത്തിക ഗതാഗത താൽപര്യങ്ങളെ പൂർണ്ണമായും അവഗണിച്ച തീരുമാനത്തിനെതിരെ പ്രധാനമന്ത്രിക്കും കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും അടിയന്തരമായി കത്തയക്കുമെന്നും എംപിമാരെയും ജനപ്രതിനിധികളെയും ഏകോപിപ്പിച്ച് കേന്ദ്രത്തിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കോടികളുടെ വരുമാന നഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. ചരക്കുനീക്കത്തിലൂടെയും ദീർഘദൂര യാത്രക്കാരിലൂടെയും പാലക്കാട് ഡിവിഷന് ലഭിച്ചുകൊണ്ടിരുന്ന ഏറ്റവും വലിയ വരുമാന സ്രോതസ്സാണ് ഇതോടെ നഷ്ടമാകുന്നത്. ഷൊർണൂർ മംഗളൂരു പാത ഇരട്ടിപ്പിക്കലും വൈദ്യുതീകരണവും പൂർത്തിയാക്കി കൈവരിച്ച സാമ്പത്തിക വിഹിതവും ഇതോടെ സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ കണക്കിലേക്ക് മാറും. മലബാറിൽ നിന്നുള്ള സർവീസുകളുടെ നിയന്ത്രണവും വടക്കൻ അതിർത്തിയിലൂടെയുള്ള പുതിയ ട്രെയിനുകൾക്കുള്ള അനുമതിയും മൈസൂരു ഡിവിഷന്റെ കൈകളിലാകുന്നതോടെ ട്രെയിൻ സമയക്രമത്തെയും പുതിയ സർവീസുകളെയും ഇത് പ്രതികൂലമായി ബാധിക്കും. കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിയും മുൻപ് സേലം ഡിവിഷൻ വിഭജനത്തിലൂടെ വലിയൊരു പങ്കും നഷ്ടപ്പെട്ട കേരളത്തിന് നിലവിലെ ഡിവിഷൻ വിസ്തൃതിയും വരുമാനവും വെട്ടിക്കുറച്ച നടപടി സ്വന്തമായൊരു റെയിൽവേ സോൺ എന്ന ദീർഘകാല ആവശ്യത്തിന് കരുനിഴൽ വീഴ്ത്തുന്നതാണ്. കേന്ദ്ര അവഗണനയ്ക്കെതിരെ രാഷ്ട്രീയ ഭേദമന്യേ ശക്തമായ ജനകീയ പ്രതിഷേധവും നിയമപരമായ ഇടപെടലുകളും ഉയരണമെന്നാണ് വിവിധ റെയിൽവേ സമിതികളുടെയും യാത്രക്കാരുടെയും ആവശ്യം.